നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. നമ്മൾ മാരേജിൽ കണ്ടുവരുന്ന കുറേ മിത്തുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടി വച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിൽ ചെറിയ പൊസസീവ്നെസ് ഒക്കെ വരും, ചില ജലസ് ഒക്കെ വരും. നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, ഞാൻ ഇച്ചിരി പൊസസീവ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ചെറിയ ജലസ് ഒക്കെ ഉണ്ട് വേറെ ആരോട് സംസാരിക്കുന്നത്, അങ്ങനത്തെ ജലസികൾ അങ്ങനെ ഉണ്ടാവും. ആക്ച്വലി അതൊക്കെ ടോക്സിക് ആണ്. നമ്മൾ അതൊന്നും ഒരിക്കലും എന്താ പറയുക എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അതെങ്കിലും നമ്മൾ സൈലന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പാടില്ല. പൊസസീവ്നെസ് അല്ലെങ്കിൽ ജലസി എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്, ഇമോഷണൽ നെഗറ്റിവിറ്റിയാണ്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, അതൊരു ടോക്സിസിറ്റിയാണ്, ഒരു കൺട്രോൾ വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ മേളിൽ ഒരു പവർ വരുന്നത്. ഈ ജലസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അസൂയ. നമ്മുടെ മലയാളത്തിൽ അസൂയയാണെങ്കിൽ എനിക്കില്ലാത്തത് എന്തോ മറ്റേ ആൾക്കുള്ള സമയത്താണ് അസൂയ എന്ന് പറയുന്ന ഫീലിംഗ് വരുന്നത്. ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഒരിക്കലും ജലസി വരില്ല, അതിന്റെ തോത് പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പക്ഷെ മിത്തായിട്ട് വിചാരിക്കുന്നത്, എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചെറിയ ജലസി, പ്രണയത്തിൽ ചെറിയ ജലസിയൊക്കെ വരും, അല്ലെങ്കിൽ ലവില് കുറച്ച് ജലസി പൊസസീവ്നെസ് ഒക്കെ വരുമെന്ന്. ഒരിക്കലും അത് വരരുത്. അതൊരു മിത്താണ്. നമ്മളത് പറഞ്ഞ് ശീലിച്ചു പോയ കാര്യങ്ങളാണ്. പൊസസീവ്നെസ്സും ജലസിയും ടോക്സിക് ആണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും വിവരവും നമുക്ക് വേണം. അത് കൂടുതൽ ഒരു ചെറിയ റെഡ് ഫ്ലാഗ്സ് ആയിട്ട് നിങ്ങൾ കാണുകയും വേണം. പിന്നെ നമ്മൾ കേൾക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജ് ലൈഫിൽ വന്നാൽ കുട്ടികൾ ഉണ്ടായാലെല്ലാം ശരിയാവും, അല്ലെങ്കിൽ കുട്ടികൾ വിൽ ഫിക്സ് യുവർ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കുട്ടികൾ പരിഹരിച്ചു തരുമെന്ന്. ഒരിക്കലും വലിയ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ കുഞ്ഞു കുട്ടികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ വെറും മോശമായ മണ്ടത്തരങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ചിന്തകൾ എന്ന് പറയുന്നത്, കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്ന, ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയുന്നത്, മക്കളെ നീ അമ്മയുടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അച്ഛൻ കുടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും പ്രശ്നമുണ്ട്, അച്ഛനോട് പറഞ്ഞ് ചിലവാക്കുക. ഈ 10 വയസ്സുള്ള കൊച്ചാണോ അച്ഛനോട് കൂടി നിർത്താൻ പറയേണ്ടത്, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയേണ്ടത് ഈ കൊച്ചാണ്? ദയവേത് കുട്ടികളെ വളരാൻ അനുവദിക്കുക. കുട്ടികളല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. കുട്ടികൾ ഉണ്ടായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നറിയുന്നത്, കുട്ടികൾ ഉണ്ടായാൽ എല്ലാം ശരിയാവും, നിങ്ങളുടെ മാരേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ ഒരു ശുദ്ധ മണ്ടത്തരം വേറെ ഒന്നുമില്ല. കുട്ടികളെയും കൂടി ഇതിനകത്തിട്ടിട്ട് ഉപദ്രവിക്കാനും ഒരു വളർന്നു വരുന്ന ഒരു വൃത്തികെട്ട ഒരു ജനറേഷനെയും കൂടെ നിങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നല്ലൊരു എൻവയോൺമെന്റിൽ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു മിത്തെന്ന് പറയുന്നത്, കല്യാണം കഴിക്കുമ്പോൾ എല്ലാം ശരിയാവും, അല്ലെ കല്യാണത്തോടു കൂടെ ശരിയാവും, അവന്റെ സ്വഭാവം മാറിക്കിട്ടും, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മാറിക്കിട്ടും എന്നോ. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 23 ഇയേഴ്സ്, ഐ തിങ്ക്. ആ 23 വയസ്സാകുമ്പോഴാണ് അവരുടെ ശരിക്കുള്ള ഒരു പേഴ്സണിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എല്ലാം ഫോം ചെയ്തിട്ടൊരു അഡൾട്ട് പേഴ്സണായിട്ട് മാറുന്നതാണ് സ്റ്റഡീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് മാറും എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അതൊക്കെ വെറും ഒരു മണ്ടത്തനങ്ങളും കുറെ മിത്തുകളുമാണ്. അത് മാരേജോടുകൂടെ മാറും എന്നുള്ളത് ചിന്തിക്കാൻ കൂടെ കഴിയുന്ന ഒരു പ്രശ്നമില്ല. നമ്മുടെ ചെറിയ സിറ്റുവേഷൻസ് നമ്മൾ മാറ്റുമായിരിക്കും, പക്ഷെ ബേസിക് ആയിട്ടുള്ള ഓരോരുത്തരുടെ നേച്ചർ, ഇഷ്ടങ്ങൾ, ബിഹേവിയർ ഇതൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ മറ്റാൾ ഒരു കല്യാണം കഴിയുമ്പോൾ മാറും എന്നുള്ള കോമൺ ആയിട്ടുള്ള സംസാരം ഞാൻ ഇഷ്ടം പോലെ കേസുകളിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഈ കല്യാണത്തിന് മുന്നേ നിങ്ങളിത് അറിഞ്ഞില്ലേ? അത് മാഡം കല്യാണം കഴിയുമ്പോൾ മാറുമോ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ കുട്ടികൾ പാരന്റ്സിനോട് പറയാം, അച്ഛ ഇങ്ങനെയാണ് പ്രശ്നം, അല്ലെ അമ്മ ഇങ്ങനെയാണ് പ്രശ്നം, ഒപ്പം മാട്രിമോണിയിൽ എങ്ങനെയാണ് ആയിരിക്കും പരിചയപ്പെട്ടത്, അപ്പൊ ഇങ്ങനെ അയാൾ വിളിക്കണേൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കും അതൊക്കെ മാറിക്കോളും, കല്യാണം കഴിയുമ്പോൾ മാറും. അതൊരു കോമൺ മിത്താണ്. ഇങ്ങനെ നമ്മളായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ മണ്ടത്തനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കേണ്ടതിന്, ബാക്കിയുള്ളവർ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നത് കാരണം നമ്മളൊരു കണ്ടീഷൻ മൈൻഡാണ്. ആ മൈൻഡ് സെറ്റിൽ നിന്നാണ് ഇതൊക്കെ ചിന്തിച്ച് കൂട്ടി വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ നോളജ് ഉള്ളവരായിട്ടിരിക്കുക, കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. പിന്നെ ഒരു കോമൺ മിത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സ് ആണ് എല്ലാ മാരേജ് സൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിവോഴ്സ് ആണെന്ന്. ഒരിക്കലും അല്ല. മാരേജിൽ ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ട് എങ്കിൽ അതിനൊരു ഡിവോഴ്സ് എന്ന് പറയുന്ന അതിലേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതല്ലാതെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ കപ്പിൾ തെറാപ്പി എടുക്കാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയൊരു സെപ്പറേഷൻ, ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നീങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കപ്പെടാമായിരിക്കാം. ഒരാളും കുറച്ച് റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കാം. അങ്ങനത്തെ പല കാര്യങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ മാരേജ് ഇഷ്യൂസിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അൺഹാപ്പി മാരേജ് എല്ലാം ഒരു ഡിവോഴ്സിലേക്ക് എൻഡ് ചെയ്യിക്കണം എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു മിത്താണ്. നമ്മൾ അൺഹാപ്പി മാരേജ് എല്ലാം ഡിവോഴ്സിലാവില്ല. ഡിവോഴ്സ്
ഡിവോഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റേ ആളെ തകർത്തോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇല്ലാണ്ടായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരാൾക്ക് ഗെയിനും മറ്റേ ആൾക്ക് ലോസും എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ കിടന്ന് പാടുപെടുക ആ റിലേഷൻഷിപ്പിൽ. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വലിയൊരു ആപത്തിലേക്ക് പോകും. ചിലപ്പോൾ ഒരു സൂയിസൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മർഡർ ആവില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങളിലേക്ക് വരാം, ശാരീരിക പ്രശ്നങ്ങളിലേക്ക് വരാം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ചിന്തിക്കുന്നത്. അല്ലാതെ എല്ലാ അൺഹാപ്പി മാരേജും ഡിവോഴ്സിലേക്ക് എൻഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ എൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മിത്താണ്. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നതും മാരേജ് എന്ന് പറയുന്നതും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് എങ്ങനെ കൊണ്ടുപോകണം, കൊണ്ടുപോകണ്ട, ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓരോ വ്യക്തിയുടെയും അതിനുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും അത് ചിന്തകളാണ്, തിങ്കിങ് ആണ്. അത് അവർക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ മാരേജ് വേണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വേണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന തരത്തിൽ നിന്നാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ശക്തി തുടങ്ങുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങൾ. ഇങ്ങനെയാണ് കുറെ മിത്തുകൾ. നമ്മൾ കണ്ടീഷൻ മൈൻഡാണ്, നമ്മൾ കേട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.